അങ്ങനെ മറ്റന്നാളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിലെ തങ്ങളുടെ ആദ്യ മത്സരത്തിന് ഇറങ്ങുവാനായിട്ട് പോകുന്നത്. എതിരാളികൾ രാജസ്ഥാൻ യുണൈറ്റഡ് FC ആണ്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കേരള ബ്ലാസ്റ്റേഴ്സിന് വളരെയധികം പ്രധാനപ്പെട്ട ഒരു മത്സരമാണ്. കാരണം ഗ്രൂപ്പ് ചാമ്പ്യന്മാരാവുകയാണെങ്കിൽ മാത്രമേ ഇനി മറ്റൊരു തരത്തിലുള്ള ഒരു കോമ്പറ്റീഷൻ ലെവലിൽ ഈ ഒരു സൂപ്പർ കപ്പിൽ ബ്ലാസ്റ്റേഴ്സിന് മുൻപോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. സോ ആ ഒരു സാഹചര്യത്തിൽ എല്ലാ മത്സരങ്ങളും വളരെയധികം ക്രൂഷ്യലാണ്. സോ ആ ഒരു സാഹചര്യത്തിൽ ആദ്യത്തെ മത്സരമായിട്ടുള്ള രാജസ്ഥാൻ യുണൈറ്റഡ് FCക്കെതിരെയുള്ള മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് 3 പോയിൻ്റ് കരസ്ഥമാക്കുക മാത്രമായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ഒരു സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ ഹാൻഡിലുകളിൽ നിന്നും ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെയുമായി ബന്ധപ്പെട്ടൊരു റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, കേരള ബ്ലാസ്റ്റേഴ്സ് വരുവാനായിട്ട് പോകുന്ന സൂപ്പർ കപ്പിൽ ഇറങ്ങുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്ന അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ധരിക്കുന്ന ജേഴ്സിയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ 2 പുത്തൻ ജേഴ്സികളാണ് നിലവിൽ പുതുതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേഴ്സി സ്പോൺസേഴ്സ് ആയിട്ടുള്ള 656 സ്പോർട്ടിൻ്റെ മികവോടുകൂടി 2 പുത്തൻ ജേഴ്സീസാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തിറക്കിയിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എവേ കിറ്റും അതുപോലെ തന്നെ തേർഡ് കിറ്റുമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ പുറത്തേക്ക് ഇറക്കിയിട്ടുള്ളത്. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ CEO ആയിട്ടുള്ള അഭിജിത്ത് ചാറ്റർജി മുൻപോട്ട് വെക്കുന്ന ഒരു കാര്യമുണ്ട്. ഒന്നാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ വരുവാനായിട്ട് പോകുന്ന സൂപ്പർ കപ്പിൽ ഹോം കിറ്റിലായിരിക്കത്തില്ല ഇറങ്ങുക, മറിച്ച് ഈ 2 കിറ്റുകളിലായിരിക്കും ഇറങ്ങുക. ISL ആരംഭിക്കുന്ന സമയത്ത് മാത്രമായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് 2025-26 സീസണിന് വേണ്ടിയുള്ള ഒഫീഷ്യൽ ഹോം കിറ്റ് പുറത്തേക്ക് ഇറക്കുക എന്നൊരു കാര്യം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ CEO ആയിട്ടുള്ള അഭിജിത്ത് ചാറ്റർജി ആരാധകർക്ക് വ്യക്തമാക്കി കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല, കേരള ബ്ലാസ്റ്റേഴ്സ് ഇറക്കിയിട്ടുള്ള ഈ 2 കിറ്റുകൾ, അതായത് എവേ കിറ്റാണ്, അത് ഇന്നലെയോടുകൂടി ബ്ലാസ്റ്റേഴ്സ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. നിലവിൽ തേർഡ് കിറ്റും ബ്ലാസ്റ്റേഴ്സ് ഇറക്കിയിട്ടുണ്ട് 2025-26 സീസണിൽ. ഒന്ന് ഒരു ലൈറ്റ് ഓഫ് വൈറ്റ് അല്ലെങ്കിൽ ബ്ലൂ ആയിട്ട് ലൈറ്റ് ബ്ലൂ ആയിട്ടൊക്കെ സാമ്യമുള്ള ഒരു കളറുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ജേഴ്സിയും, മറ്റൊന്ന് കുറച്ചും കൂടി ഡാർക്ക് ബ്ലൂ ആയിട്ടുള്ള ഒരു കളറുമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ഇറക്കിയിട്ടുള്ളത്. നേരത്തെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, പണ്ടൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എവേ കിറ്റ് എന്ന് പറയുന്നത് ബ്ലാക്ക് ജേഴ്സി ആയിരുന്നു. അതിൽ നിന്ന് മാറിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പിന്നീട് ഈ ഒരു പുതിയ തരത്തിലേക്ക് അല്ലെങ്കിൽ പുതിയ എവേ കിറ്റുകളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ 2 പുത്തൻ ജേഴ്സീസ് അല്ലെങ്കിൽ ഒരു വൈറ്റ് ആൻഡ് ബ്ലൂ ഫോർമുലയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പലതും എവേ ആൻഡ് തേർഡ് കിറ്റിൽ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന 4 സീസണിലായിട്ട് ബ്ലാസ്റ്റേഴ്സ് പരീക്ഷിക്കുന്നത്. സോ ആ ഒരു സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറക്കിയിട്ടുള്ള പുത്തൻ ജേഴ്സിയും ആ ഒരു തരത്തിൽ തന്നെ ഉള്ളതാണ്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ജേഴ്സിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എവേ കിറ്റായിട്ട് ബ്ലാസ്റ്റേഴ്സ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നീട് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു ജേഴ്സിയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ തേർഡ് കിറ്റായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. സോ ഇത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ 2 ജേഴ്സീസിലായിരിക്കും ഇറങ്ങുക. ഒക്ടോബർ ഈ മാസം 7-ാം തീയതിയോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സ് ആരംഭിച്ചതാണ് ഈ ഒരു സൂപ്പർ കപ്പിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ. സോ ആ ഒരു സാഹചര്യത്തിൽ വളരെ മികച്ചതായി തന്നെ ക്ലബ്ബുകൾക്ക് അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന് ഈ പോയ ഒരു ടൈം പീരീഡിൽ ഒരുങ്ങാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെയധികം പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. പോരാത്ത തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരങ്ങളും ടീമിനോടൊപ്പം തന്നെ ഒരുപാട് നല്ല രീതിയിൽ തന്നെ സിങ്ക് ആവാനായിട്ടുള്ള ഒരു നല്ലൊരു ടൈം പീരീഡ് തന്നെ താരങ്ങൾക്ക് ലഭിച്ചിട്ടുമുണ്ട്. സോ അതിനാൽ തന്നെ ഒരു മികച്ച പ്രകടനം ബ്ലാസ്റ്റേഴ്സ് ടീമിന് ഇനി കളിക്കളത്തിൽ കാഴ്ചവെക്കുക എന്നതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചായിട്ടുള്ള ഡേവിഡ് കെറ്റാലയുടെ കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്ന 2ാമത്തെ ടൂർണമെൻറ്റാണ് സൂപ്പർ കപ്പ്. ആദ്യത്തെ ടൂർണമെൻറ്റും സൂപ്പർ കപ്പ് തന്നെയാണ്. ആ ഒരു സൂപ്പർ കപ്പിൽ നമ്മൾ ക്വാർട്ടർ ഫൈനലും കടന്ന് പോകേണ്ടതായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കുന്നതാണ്. പക്ഷേ ഒരു മോശം പ്രകടനം കൊണ്ട് തന്നെ ആ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് തോക്കേണ്ടതായി വരികയാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ കീഴിൽ ഇറങ്ങുന്ന അതിനുശേഷം ഒരു ലോങ് ബ്രേക്കിന് ശേഷമാണ് ബ്ലാസ്റ്റേഴ്സ് ഇനി കളത്തിലേക്ക് ഇറങ്ങുന്നത്. അതും ഈ ഒരു പുതിയൊരു സൂപ്പർ കപ്പോട് കൂടിയാണ്. സാധാരണയായിട്ടൊരു സീസൺ എൻഡിങ് ടൂർണമെൻ്റ് ആയിട്ടുണ്ടായിരുന്ന സൂപ്പർ കപ്പ് ഇക്കുറി നേരത്തെ വെച്ചതിനാൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുവാനായിട്ട് പോകുന്ന 2025-26 സീസണിലെ ആദ്യത്തെ സൂപ്പർ കപ്പും ഇത് തന്നെയാണ്. അതുപോലെ തന്നെ ISL സീസൺ ഉടൻ തന്നെ ആരംഭിക്കുമെന്ന ഒരു പ്രതീക്ഷ നമുക്കുണ്ട്. കാരണം അതുമായി ബന്ധപ്പെട്ടുള്ള കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ടെൻഡർ വിളികളും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നവംബർ 5-ാം തീയതിയോടുകൂടി തന്നെ പൂർത്തിയാകുമെന്നാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. സോ അതിനാൽ തന്നെ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡിസംബർ എൻഡോടുകൂടിയോ അല്ലെങ്കിൽ ജനുവരി 2nd വീക്കോട് കൂടിയോ ISLൻ്റെ ആരംഭം ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യതകളും ഉണ്ട്. സോ അതിനാൽ തന്നെ നമുക്ക് ഉടൻ തന്നെ ISLും പ്രതീക്ഷിക്കാവുന്നതാണ്.